ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് വാഷ്റൂം ഏരിയയിൽ ഇരുന്നുകൊണ്ട് നോറയും നിഷാനയും ഒക്കെ കൂടി സംസാരിക്കുകയാണ്. അവിടെ വെച്ച് നോറ പറഞ്ഞ ഒരു കാര്യമുണ്ട്. റോക്കി പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പുണ്ട്, പക്ഷേ ഇന്നലെ അവൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് 100% വിയോജിപ്പാണുള്ളത്. അത് അങ്ങേയറ്റം തെറ്റായൊരു കാര്യമായിരുന്നു. അതായത് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നോക്കി മാത്രമേ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാറുള്ളൂ. ഒരുപക്ഷെ വിയോജിപ്പുകൾ പലതും ഉണ്ടാകാം, എന്നാൽ അത് പറയേണ്ടിടത്ത് മാത്രമേ പറയുവാൻ പാടുള്ളൂ. ഒരു മരണ വീട്ടിലേക്ക് നമ്മൾ പോയിട്ട് അവിടെ നിന്ന് കോമഡി അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം വൃത്തികെട്ടൊരു കാര്യമാണ്. കോമഡി അടിക്കുവാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ സ്ഥാനത്തും അസ്ഥാനത്തും കയറി ആവശ്യമില്ലാത്ത പ്രയോഗങ്ങൾ നടത്തുന്ന ഒരാളായിട്ടാണ് എനിക്ക് റോക്കിയെ തോന്നിയിട്ടുള്ളത്. ഈ വിഷയങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും റോക്കി വാഷ്റൂം ഏരിയയിലേക്ക് വരികയാണ്. റോക്കിയോടും നോറ ഈ കാര്യം തന്നെ സംസാരിച്ചു. റോക്കി യാതൊരു കാരണവശാലും അത് അംഗീകരിക്കുകയല്ല. റോക്കി അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവിടെ റോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇന്നലെ രാത്രിയിൽ അവൾ എൻ്റെ അടുക്കൽ വന്നിട്ട് എനിക്ക് കൈ തന്നത്, എന്നോട് സോറി പറഞ്ഞത്? അവളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് അവൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ അവൾ എന്നോട് സോറി പറഞ്ഞത്? അതിനേക്കാൾ ഉപരി അത് അവളുടെ ഗെയിമാണ്. അതിനെയൊന്നും ഒരാത്മാർത്ഥതയുള്ള കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അത് ഗെയിം തന്നെയാണ്. ഇത് പറയുമ്പോൾ പുറത്തുനിന്ന് ജാസ്മിൻ ഇത് കേൾക്കുകയാണ്. പെട്ടെന്ന് ജാസ്മിൻ ആ വാഷ്റൂം ഏരിയയിലേക്ക് വരുന്നു. വന്നിട്ട് തൊഴുകൈകളോടുകൂടി റോക്കിയോട് പറയുകയാണ്, ദയവ് ചെയ്ത് നാളെ ഒരു ദിവസത്തെ കൂടി, വെള്ളിയാഴ്ച വരെ എന്നെ ഉപദ്രവിക്കരുത്, വെറുതെ വിടൂ. ഞാൻ നിങ്ങളോട് ഒന്നിനും വരുന്നില്ല, ഒരു കാര്യത്തിനും ഞാൻ വരുന്നില്ല. ഇത്രയും പറഞ്ഞപ്പോഴേക്കും റോക്കി പെട്ടെന്ന് ആക്രമണോത്സുകതയോടുകൂടി ജാസ്മിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. വലിയ ബഹളത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഒടുവിൽ റോക്കി ജാസ്മിന്റെ മുഖത്തടിച്ചതുപോലെ സംസാരിക്കുകയാണ്. ഞാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, ഞാൻ ഇനിയും ആക്രമിക്കും, എനിക്ക് ഞാനാകാൻ മാത്രമേ കഴിയുകയുള്ളൂ. നിന്നെ ഒരു ദിവസത്തേക്ക് പോലും ഞാൻ വെറുതെ വിടത്തില്ല, ഞാൻ ആക്രമിച്ചിരിക്കും. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ നീ അങ്ങ് ചെയ്തു. ഈ രീതിയിലുള്ള സംസാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ജാസ്മിൻ അവിടുന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇവിടെ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയുകയാണ്. റോക്കി എന്ന ബിഗ് ബോസ് സീസൺ 6ലെ ഈ കണ്ടസ്റ്റന്റ് വളരെ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ്. വേണമെങ്കിൽ കപ്പടിക്കാൻ വരെ യോഗ്യതയും അദ്ദേഹത്തിനുണ്ട്. അതിനനുസരിച്ച് നിൽക്കുവാനുള്ള കപ്പാസിറ്റി അയാൾക്കുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. റോക്കി ഏത് നിമിഷവും പുറത്തു പോകുവാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റും കൂടിയാണ്. കാരണം നിസ്സാരമായ ഒരു വാക്ക്, ഒരു നോട്ടം, ഇതെല്ലാം റോക്കിയെ അങ്ങേയറ്റം പ്രൊവോക്ക് ചെയ്ത് കളയും. റോക്കിക്ക് ഇഷ്ടമല്ലാത്തവർ, അത് പവർ ടീം ആയാലും അത് ആരാണെന്ന് പറഞ്ഞാലും, റോക്കിയെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് ചൊടിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ അങ്ങേയറ്റം കയറി മേഞ്ഞു കളയും റോക്കി. ജാസ്മിനുമായി ഇപ്പോൾ ബഹളമുണ്ടാക്കിയ സമയത്ത് റോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞ് എന്നെ പ്രൊവോക്ക് ചെയ്യുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇയാളെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റും എന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പ്രൊവോക്ക് ചെയ്താൽ ഇയാൾ പ്രശ്നത്തിലേക്ക് പോകും എന്ന് ഏകദേശം ആൾക്കാർക്കെല്ലാം വ്യക്തവുമാണ്. അവിടെ ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിന്നെക്കുറിച്ച് ഞങ്ങൾ ഒന്നും തന്നെ അവിടെ സംസാരിച്ചില്ല. പിന്നെ എന്താണ് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് സംസാരിച്ചത്? ഞങ്ങൾ വേറെ പല കാര്യങ്ങളുമാണ് സംസാരിച്ചത്, നിനക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. അപ്പോൾ റോക്കി പറഞ്ഞ മറുപടി ഇതാണ്, നിങ്ങൾ വേറെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണെങ്കിലും നിങ്ങളുടെ ചിരിയും ആക്റ്റും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളെയാണ് പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന്. അപ്പോൾ അതിന്റെ അർത്ഥം എന്നെ ആർക്കും ഏത് നിമിഷവും പ്രകോപിപ്പിക്കാം എന്നുള്ളതല്ലേ? എന്റെ കടിഞ്ഞാൺ നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ളതല്ലേ? ഇത് ഒരു ബിഗ് ബോസിലെ കരുത്തനായ മത്സരാർത്ഥിയുടെ പ്രതീകമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എടുക്കും പാടെ പ്രതികരിക്കാൻ, എന്താടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഏതാടാന്ന് ചോദിക്കുവാൻ അത് എല്ലാവർക്കും കഴിയും. പക്ഷേ സംയമനം പാലിച്ച് ബുദ്ധിപരമായി കാര്യങ്ങളെ വീക്ഷിച്ചു നീങ്ങുക, അത് എല്ലാവർക്കും കഴിയുന്നൊരു കാര്യമല്ല. ബിഗ് ബോസ് എന്ന വീട്ടിൽ അതാണ് ആവശ്യം. അത്തരക്കാരെ വീഴ്ത്താൻ വളരെ പാടാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ബലഹീനത എവിടെയാണെന്ന് നോക്കി ആ ബലഹീനതയിൽ അടിച്ചു വീഴ്ത്തുവാൻ വേണ്ടി എൻ്റെ ചുറ്റിലും ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുമ്പോൾ എൻ്റെ ബലഹീനത എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി അതിനെ തിരുത്തി മറ്റുള്ളവർക്ക് അവിടെ തൊടാൻ ഒരവസരവും കൊടുക്കാതെ ക്ലിയറായി കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുക, അതാണ് മൈൻഡ് ഗെയിമർ. സ്പോഞ്ച് ബോൾ എറിഞ്ഞ് പേപ്പർ ഗ്ലാസ് വീഴ്ത്തുന്ന ഗെയിം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റോക്കി സ്ത്രീകളെ എറിയുവാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രി അവിടെ പ്രശ്നമുണ്ടാക്കി. ആ പ്രശ്നമുണ്ടാക്കുന്ന സമയത്ത് ഗബ്രി പറഞ്ഞ നിസ്സാരം ഒരു വാക്ക് അയാളെ ഭയങ്കരമായിട്ട് ചൊടിപ്പിച്ചു. അതാണ് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയത്. എന്താണ് ഗബ്രി പറഞ്ഞത്? നീ പെണ്ണുങ്ങളുടെ മേക്കിട്ട് കയറാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ആണുങ്ങളോട് കളിയടാ. ആ ഒരൊറ്റ പ്രസ്താവന റോക്കിയുടെ കെട്ടു പൊട്ടിച്ചു കളഞ്ഞു. റോക്കി ഉടനെ തന്നെ ഗബ്രിയുടെ അസ്ഥാനത്ത് എറിഞ്ഞു പിടിപ്പിച്ചു. ഇതിനെയൊക്കെ വലിയ മാസായി കാണുന്നവരും പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ ഗബ്രി അവിടെ കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ റോക്കി ഈ ഷോയിൽ നിന്ന് തന്നെ പുറത്താകുമായിരുന്നു. ഫിസിക്കൽ അസോൾട്ടാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. മനഃപൂർവ്വം എൻ്റെ സ്വകാര്യ ഭാഗത്തേക്ക് അയാൾ എറിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ്. അതുകൊണ്ട് ഇയാളെ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം, ഇല്ല എങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോകുമെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ബിഗ് ബോസിനോട്ടിരുന്നെങ്കിൽ പണി പാളിയനെ.
അങ്ങനെ ഒരു ബുദ്ധി ഗബ്രിയുടെയോ ജാസ്മിന്റെയോ തലയിൽ ഉദിക്കാതിരുന്നതിന് റോക്കി ദൈവത്തോട് നന്ദി പറയണം. ചുരുക്കി പറഞ്ഞാൽ നിസ്സാര വാക്കുകളാൽ പ്രകോപിപ്പിക്കപ്പെടുന്നവർ അവർ ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത്. ഏത് നിമിഷവും അവർ അപകടത്തിൽപ്പെടാം, ഏത് നിമിഷവും അവർ വീട്ടിനകത്തു നിന്ന് പുറത്താകാം. എന്നാൽ കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് നല്ല ഒന്നാന്തരമായിട്ട് മൈൻഡ് ഗെയിം കളിക്കുന്ന ആൾക്കാരെ. അവർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നുണ്ട്. അവർ പ്രതികരിക്കേണ്ടടുത്ത് മാത്രമാണ് പ്രതികരിക്കുന്നത്. അവർ ചെറിയ ഇരയിട്ട് വലിയ മീനുകളെ പിടിച്ചുകൂട്ടുന്ന ആൾക്കാരാണ്. അവർ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. റോക്കി ഇവിടെ പല ആൾക്കാരോടും പോയി പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്, നിങ്ങൾ തല കൊണ്ട് കളിക്കണം, ഹൃദയം കൊണ്ടല്ല കളിക്കേണ്ടതെന്ന്. പക്ഷേ ഏറ്റവും അധികം അവിടെ ഹൃദയം കൊണ്ട് കളിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് റോക്കി തന്നെയാണ്. ഇതൊരു ഇന്റർനാഷണൽ ഷോ ആണ്. ഈ ഷോയിൽ സർവൈവ് ചെയ്യുക എന്നുള്ളത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിയെ മാക്സിമം ഉപയോഗിച്ച് കരുത്ത് തെളിയിക്കുകയാണ് ഓരോ മത്സരാർത്ഥിയും ഇവിടെ ചെയ്യേണ്ടത്. അല്ലാതെ എന്ത് കേട്ടാലും അതിന്റെ എല്ലാം പിറകെ വാളുമെടുത്ത് ഉറഞ്ഞു തുള്ളിക്കൊണ്ടു പോകുന്ന വെളിച്ചപ്പാടിനെ പോലെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ആ വീട്ടിൽ അധികം ആയുസ് ഉണ്ടാകുവാൻ സാധ്യതയില്ല. ശരിയാണ്, ഒരുപക്ഷെ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടായേക്കാം. എന്നാൽ ഒത്തിരി ശരികൾ ചെയ്ത് മുൻപോട്ട് പോകുന്നതിനിടയിൽ ഒരൊറ്റ തെറ്റ്, വികാരാവേശത്താൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളിൽ ഒരൊറ്റ വാക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരും ഒന്നടങ്കം തിരിച്ചു പറയുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞ ചരിത്രം നമ്മുടെ മുൻപിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് റോക്കി എന്ന മത്സരാർത്ഥി ഹൃദയം കൊണ്ട് കളിക്കാതെ ബുദ്ധിപരമായി ഒരു മൈൻഡ് ഗെയിമറായിട്ട് കളിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ മനോഹരമായ കളി അയാൾ കളിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മടിക്കരുത്.